നൊസ്റ്റാൾജിക് ഡെസേർട്ട് ആയാലോ? മലായി കുൽഫി. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുവന്ന ഒരു കിടുക്കാച്ചി റെസിപ്പി. ഏതാ പാചകത്തില് ഇതിന്റെ റെസിപ്പി ഉണ്ട്, ഇതിനോടൊപ്പം വേറെ 7 ഡെസേർട്ട് റെസിപ്പീസും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം മലായി കുൽഫി എങ്ങനെ റെഡിയാക്കാം. മലായി കുൽഫി പ്രിപ്പയർ ചെയ്യാൻ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇവിടെ 2.5 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/4 കപ്പ് പാൽപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം സ്റ്റൗ കത്തിക്കുന്നതിന് മുമ്പ് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. പാൽപ്പൊടിയൊക്കെ കട്ട കെട്ടാതിരിക്കാൻ അതായിരിക്കും നല്ലത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കി ഇതൊന്ന് കുറുക്കിയെടുക്കണം. പാൽപ്പൊടിയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓണാക്കി ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിച്ചു പിടിക്കും. അത് നോക്കി ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കാം. കുൽഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാലും കണ്ടൻസ്ഡ് മിൽക്കും പാൽപ്പൊടിയും ഏലക്കയും കൂടെ നല്ലപോലെ കുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് വേണം മോൾഡുകളിൽ ഒഴിക്കാൻ. ചൂടോടെ ഒഴിക്കണ്ട. കുൽഫി നല്ലപോലെ തണുത്ത് കുറുകി ഒരു ലൈറ്റ് യെല്ലോ കളറിലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് മോൾഡിലേക്ക് ഒഴിക്കാം. പിന്നെ മേളിൽ നമുക്കൊരൽപ്പം പിസ്ത ചോപ്പ് ചെയ്തതും ഒരൽപ്പം ആൽമണ്ട്സും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിനി ഫ്രീസറിൽ വെച്ച് ഒരു രാത്രി മുഴുവൻ നമ്മൾ ഫ്രീസ് ചെയ്യണം. എന്നാലേ അത് നല്ലപോലെ സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രീസറിലോട്ട് മാറ്റാം.